പെട്ടെന്ന് ആകാശത്ത് കാർമേഘം ഒന്നും ഇല്ലാതെ ഇടിമിന്നല് വന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം? വാ, അപ്പൂപ്പന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് തോന്നുന്നത് ആരോ ഇടിമിന്നൽ വെച്ച് കളിക്കുകയാണെന്നാ. അല്ലെങ്കിൽ ഈ കാർമേഘമില്ലാത്ത വരണ്ട ആകാശത്തിൽ ഇടിമിന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ആകാശത്തിലെ ഇടിമിന്നലിന്റെ പവർ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആകാശത്തിലെ പവർ. ഞാൻ വലിയ ശക്തനാവാൻ പോവുകയാണ്. അതിഭയങ്കര ശക്തിശാലി. She's right, boss. She's right. ടിംബാക്ടോ, തയ്യാറായിക്കോളൂ. വീറിനെ നശിപ്പിക്കേണ്ട സമയം ഇതാ ആഗതമായി. ഒന്ന് നിൽക്കൂ, ഇങ്ങോട്ട് തിരിച്ചു വരൂ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ വാ, ഞാൻ നിങ്ങളെ സഹായിക്കാം. മോനെ, നീ എന്നെ സഹായിക്കാൻ നോക്കുവാണല്ലേ? എന്നാ പിന്നെ നീ എന്നെ എന്റെ വീട് വരെ കൊണ്ടുവിട്ടാ നന്നായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ എന്റെ വീട്. ശരി, ഓക്കെ, നിങ്ങൾ രണ്ടാളും പോയിക്കോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. നീ ഒരുപാട് ലേറ്റ് ആയി അല്ലേ മോനെ? എത്രയും പെട്ടെന്ന് നീ തിരിച്ചു പോക്കോട്ടോ. പക്ഷെ പോകുന്നതിന് മുമ്പ് ആ ഫ്രിഡ്ജ് തുറന്ന് എനിക്ക് ഇത്തിരി വെള്ളം എടുത്ത് തന്നിട്ട് പോണം കേട്ടോ. Roboboy suit on. കൊള്ളാം ടിംബാക്ടോ, ഇപ്പോഴാണ് നീ ഒരു നല്ല കാര്യം ചെയ്തത്. ഇന്ന് വീർ നമ്മുടെ കസ്റ്റഡിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവൻ കിടന്ന് ഡാൻസ് കളിക്കുന്നത് കാണാം. എന്റെ താളത്തിനൊത്തു തുള്ളും. വീർ, നിന്റെ ബോസ് ആരാണ്? അവസാനം വീരന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞോ? വീരന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞോ? വീർ, വേഗം ചെല്ലു. എന്നിട്ട് ആ പ്രേം സഹായിയുടെ കഥയങ്ങ് അവസാനിപ്പിച്ചേക്കോ. കാരണം അയാൾ വീറിനെ പോലൊരു റോബോട്ടിനെ ഒരിക്കലും ഉണ്ടാക്കരുത്. ചെല്ലോ. ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വീരൊരിക്കലും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇവൻ നമ്മുടെ വീർ തന്നെയാണോ അതോ ഡമ്മയാണോ? വീറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഇവൻ ഹീറോ അല്ല, ഇവൻ വില്ലനാണ്. പക്ഷേ ഇവൻ വീര് തന്നെയാ. വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. എത്രയും വേഗം നമുക്ക് അപ്പൂപ്പന്റെ അടുത്തേക്ക് പോവാം. അപ്പൂപ്പ, അപ്പൂപ്പ, വീർ. ഇല്ല മോളെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ വീറിന് എന്തോ കുഴപ്പമുണ്ട്. അവന് നമ്മൾ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അവൻ നമ്മുടെ ഈ ഫുർസത് ഗഞ്ച് മുഴുവൻ എന്നേക്കുമായി നശിപ്പിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അപ്പൂപ്പ അവൻ അപ്പൂപ്പനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നെന്ന്. നീ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. അവന്റെ സിസ്റ്റത്തിൽ ആരോ എന്തോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്.
ഇനി അവനെ എങ്ങനെയാ തടഞ്ഞു നിർത്തുകയെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അവൻ എന്താ പറ്റിയെന്ന് മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. ഞാൻ അവനെ തടഞ്ഞു നിർത്താം അപ്പൂപ്പ. ഞാൻ വീറിനോട് ഏറ്റുമുട്ടാം. വേണ്ട എമിലി, നിനക്ക് അവനെ അങ്ങനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. അവന്റെ ഉള്ളിൽ റോബോട്ടിക് പവർ ഉണ്ട്. ഇത് കണ്ടോ, ഈ ജാക്കറ്റ് മോളെടുത്തിട്ടോ. ഇനി നിനക്കും നല്ല പവർ കിട്ടും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവന്റെ ശ്രദ്ധ തിരിക്കണം മോളെ. അതിനിടയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഓക്കേ അപ്പൂപ്പ. എമിലി, വീറിന്റെ ചാർജിംഗ് സ്ലോട്ടില് ഒരു റെഡ് ചിപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റ്. ഓക്കേ. ഇതൊരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ല. ഞാനും വീറും തമ്മിലുള്ള കോണ്ടാക്ട് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അപ്പൂപ്പ, എനിക്ക് എന്താ പറ്റിയത്? നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എല്ലാം പൊട്ടി തകർന്ന് കിടക്കുന്നത് എന്താ? വെൽക്കം ബാക്ക് വീർ. എമിലി, നീ വളരെ ധീരതയോടെ വളരെ മഹത്തായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അല്ല, എന്താ സംഭവിച്ചത്? അതാദ്യം പറയേ. വീർ വീർ, നീ അപ്പൊ ഡോക്ടർ പ്രേം സഹായുടെ കഥ അവസാനിപ്പിച്ചു അല്ലേ? വെരി ഗുഡ്. എടാ, ഞാൻ ടിംബക്ടുവിനെ പോലെ മണ്ടനല്ല. എനിക്കിത് നേരത്തെ മനസ്സിലായി. ഞാനും നീയും തമ്മിലുള്ള ബന്ധം കട്ടായപ്പോഴേ എനിക്ക് മനസ്സിലായെന്ന്. നിന്റെ ഉള്ളിൽ നിന്ന് ആ ചിപ്പ് ആരോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഞാൻ വേറെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇന്നാ വെച്ചോ, ഇന്നാ. മനസ്സിലാക്കാൻ പോകുന്നത് ഇനി നീയാണ് വീർ. ഇതോടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കാം. ഇന്നത്തോടെ നിന്റെ ഈ കളി ഞാൻ അവസാനിപ്പിക്കും വീർ.
നിങ്ങൾ വിചാരിച്ചതൊന്നും നടക്കില്ല ബോസ്. നമ്മളിപ്പോ ഇവിടുന്ന് ഒളിച്ചോടുന്നതായിരിക്കും നല്ലത് ബോസ്. നീ എന്നെ കരിച്ചു കളഞ്ഞുവല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എന്നെ കൂടെ കൊണ്ടുപോ ബോസ്. കാലേ ബോസേ. തൂക്കിക്കോടാ.